നമ്മൾ ഇന്ന് എന്താ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. സ്പെഷ്യൽ ചിക്കൻ കറി. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ചിക്കൻ കറി. അപ്പോൾ നമ്മളത് പുതിയ ഒരു പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പുതിയൊരു ചിക്കൻ കറി, പുതിയൊരു ഐറ്റം ചിക്കൻ കറി. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഉലുവ, പെരിഞ്ചീരകം, വറ്റൽമുളക്, വേപ്പിൻ്റെ ഇല, പിന്നെ ഇതിൽ തേങ്ങ, വെളുത്തുള്ളി. പിന്നെയൊക്കെയുള്ള മസാലകളാണ് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ്. പിന്നെ അതിൻ്റെ ഇത് ഐറ്റംസാണ് തക്കാളി, ഉള്ളി, പച്ചമുളക്, പിന്നെ അതാ കോഴി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എല്ലാം സെറ്റാണ്. ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ നമ്മൾ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വറക്കും. വറുത്തതിന് ശേഷം ഈ തേങ്ങയും കൂടെ ഒന്ന് വറക്കും. എന്നിട്ട് തേങ്ങ ഒന്ന് നമ്മൾ മിക്സ് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അടിക്കും. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോകണോ, ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ കൂടെ വാട്ടിയിട്ട് നല്ല ഫ്രൈ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതുകൊണ്ട് കോരിയിട്ട് എന്ത് ചെയ്യും, അതും മിക്സ് ഇട്ടടിക്കും. എന്നിട്ടാണ് നമ്മൾ കോഴിൻ്റെ പരിപാടി കൊടുക്കുന്നത്. അപ്പോൾ ഒക്കെ വീഡിയോയിലേക്ക് വരാം. നമുക്ക് അത് ആവശ്യമുള്ള ഉള്ളി ഇത് ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് ഉള്ളി കട്ട് ചെയ്യുക, നൈസാക്കിയിട്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെള്ളുള്ളി ഇതൊക്കെ എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളിത് എന്ത് ചെയ്യുന്ന മിക്സിലിട്ട് നന്നായിട്ടൊന്ന് ഒറ്റത്തിരി, കൂടുതൽ തിരിക്കരുത്, ഒറ്റ തിരിയാണ്ടിരിക്കുക, ഒറ്റ റൗണ്ട് അടിക്കുക. അപ്പോൾ ഏകദേശം ഉള്ളി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ശരി, ഇവിടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കഴുകിയതാട്ടാ, തക്കാളി ഉള്ളിയൊക്കെ കഴുകിയിട്ടാണ് കട്ട് ചെയ്യണത്. കഴുകി വെച്ചതാണ്. ശരി, നമ്മളൊരു 3/4 കിലോ ഉള്ളി, ഒരു 450 ഗ്രാം തക്കാളി, ഇത്രേ ഉള്ളൂ. 500 ഗ്രാമിൽ ഒരു തക്കാളി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ പച്ചമുളകൊന്നും ചെയ്യില്ല. അപ്പോൾ വീഡിയോയിലെല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കോഴിക്കറി ഉണ്ടാക്കണം എന്നൊക്കെ ഒരു കമൻറ്റ് വിട്ടിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പക്ഷേ ചിക്കൻ കറിക്കല്ല, കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് ഉലുവയാണ്. ഇതിൽ കൂട്ടി വെച്ച ഉലുവ കണ്ടോ, ഉലുവട്ട് കുറച്ച് ജീരകം ഇട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ള വറ്റൽമുളക്, പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ ഉള്ള വെള്ളുള്ളി കേട്ടോ. ഓക്കെ, നല്ലൊന്ന് വറുത്ത ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇടാൻ പോണത് തേങ്ങയാണ്. തേങ്ങ അപ്പോൾ നമ്മളെ തേങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ തേങ്ങയും വെള്ളുള്ളിയും ഇതെല്ലാം ഇവിടെ മിക്സ് ആക്കിയ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിൽ ഇട്ട് മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കൂട്ടോ. ഓക്കെ, അപ്പം നമ്മളെ വറുത്ത തേങ്ങ, വെള്ളുള്ളി, പച്ചമുളക്, അതേപോലെ തന്നെ വറ്റൽമുളക്, വേപ്പിൻ്റെ ഇല എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള വറുത്തത് റെഡി ആയിട്ടുണ്ട്. അത് മിക്സിലിട്ടൊന്ന് പൊടിക്കും. നമ്മൾ ആ ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതാ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണ്ട. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളി ഇതിൽ ആഡ് ചെയ്യാൻ പോകണം. ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ എടുത്ത് വെച്ച പച്ചമുളക് കട്ടത് 50 ഗ്രാം പച്ചമുളക് ഉണ്ടാവും കേട്ടോ. നമ്മളെ നാടൻ ചിക്കൻ കറി മാതിരിയാണോ? അല്ലല്ല, ഇത് നാടനല്ല. പക്ഷെ ഇത് അതല്ല, വേറൊരു ഐറ്റാണ്, മലബാരിയാണോ? അപ്പം നമ്മളിത് ഉള്ളി ഇതങ്ങനെ കളറായി വരുന്നത്. ഈ കളറായി വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇടും, ഇഞ്ചും വെള്ളുള്ളി ഇടും. എന്നതിന് ശേഷം ഇതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് മിക്സിലിട്ടിട്ട് നന്നായിട്ട് ഒരൊറ്റടി ഒരു തിരി. അപ്പോൾ ആ കറിക്കാൻ നല്ലൊരു കൊഴുപ്പും കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ മല്ലിപ്പൊടിയും, മുളകും പൊടിയും, മഞ്ഞൾപ്പൊടിയും, ചിക്കൻ മസാല ഒക്കെ ഇതിൽ തന്നെ ആഡ് ചെയ്യും. അപ്പോൾ ഒന്നായിട്ട് അടിക്കലാണ്. അപ്പോൾ
നല്ല കറിക്ക് നല്ലൊരു കൊഴുപ്പ് കൊണ്ട് തിക്കും കിട്ടും, തിന്നാനും ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തി എല്ലാത്തിനും എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ സൂപ്പറാവും തന്നില്ലേ. ഇപ്പൊ നമ്മളെന്ത് ചെയ്യാം, അരിഞ്ഞ വെള്ളുള്ളി ടേസ്റ്റാണ്, മിക്സാക്കി കേട്ടോ. അത് നല്ല മിക്സാക്കി നല്ലൊരു വാസന വരുന്നത് നോക്കാം. നല്ല സ്മെല്ല് വരുന്നില്ല, അതാണ് നമ്മളെ പ്രത്യേകം. തക്കാളി റെഡി ആയി കൊടുത്തിട്ടാ അവിടെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ നന്നായിട്ട് വാടത്തിട്ടോ. അത്ര ഇളക്കിക്കൊന്ന് ഇളക്കിക്കോ, ഇളക്കിട്ട് ശരിയാക്കി. ഇതിന്റെ കൈപ്പുണ്യം മാത്രം പോരാ, രണ്ടിന്റെ കൈപ്പുണ്യം കഴിഞ്ഞ് അറിയട്ടെ, നമ്മള് ജനങ്ങൾ അറിയട്ടെ, എല്ലാം കൂടി കൂടി ചേർന്ന് കലർന്ന് കലർന്ന് വരണം. അപ്പോഴാണ് നമുക്കൊരു ഇത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്ന് വീഡിയോ ശരിക്കൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ എല്ലാവരും. ഞാൻ വെറുതെ കട്ടക്കെട്ട് ഇളക്കിക്കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്കാണ് അതിൻ്റെ അത്. കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് കാണാതെ പോകരുത്, എല്ലാം കാണണം. നിങ്ങൾ ഒഴിവാക്കരുത്, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാവും. അപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇടാൻ പോണത് ഇത്തിരി മഞ്ഞൾപ്പൊടി കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇടാൻ പോണത് ഒരു 2-3 സ്പൂണ് മുളക് പൊടി. 1 2 3. ഓക്കെ, പിന്നെ ഇടാൻ പോണ ചിക്കൻ മസാല 1 സ്പൂണ് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ, 1 സ്പൂൺ. പിന്നെ എടുക്കാൻ പോണ അതിൽ ഗരം മസാല കേട്ടോ, ഏലക്ക പട്ട പൂവ് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളെ ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ വാട്ടിയിട്ടില്ല, ഒന്ന് മിക്സിലിട്ട് അടിക്കാൻ പോകട്ടോ. സ്പെഷ്യൽ ചിക്കൻ കറിക്കുള്ള കോഴി ഇട്ടത്. ഈ കോഴി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് കോഴിയുള്ളൂ, ഏകദേശം 2 കിലോ പോലെ കോഴിയുള്ളൂ കേട്ടോ. അതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കുക. അത് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ ഇത്തിരിയും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസാട്ടോ നമ്മൾ ഈ ഒഴിച്ച വെളിച്ചെണ്ണയ്ക്ക് ആഡ് ചെയ്യാൻ പോകണേ. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാടെ കിടന്നാണ് ഇങ്ങനെ വറക്കട്ടെ. മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ. ഇച്ചിരി അതെന്താ അറിയാം, ചിക്കൻ കളറൊന്ന് വെള്ള കളർ കാണണ്ട, അപ്പം മഞ്ഞ കളർ ഉണ്ടോട്ടെ. മറ്റേ വെളുത്തും കൊണ്ടേ ഇരിക്കും ചിക്കൻ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്നാൽ ആ മേലത്തെ ഒരു കളർ ഉണ്ടോട്ടെ, അപ്പം ചിക്കൻ പീസ് ഒടിയില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉള്ളി തക്കാളി പച്ചമുളക് കൂടെ ഇതിൽ ആഡ് ചെയ്യണ്ടേ. അപ്പോൾ ഒന്ന് ചിക്കനായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. നമ്മളെ മറ്റേ കൂട്ട് തേങ്ങാച്ചൊക്കെ നമുക്ക് ലാസ്റ്റ് കൂട്ടാം. ചിക്കൻ നന്നായിട്ടൊന്ന് വേവട്ടെ. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആഹാ, സാധനം ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡി ആവട്ടോ. ഉണ്ടാ നല്ല കുഴമ്പ് മാതിരി ഉണ്ട് സാധനം. ഉണ്ടാ സാധനത്തിൻ്റെ കട്ടിക്കൊക്കെ നല്ല സൂപ്പറായിട്ട്. ഇതാണ് ഉള്ളി അടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പവർ. അതാണ് നമ്മൾ ബട്ടർ ചിക്കനെ പോലെ ഉണ്ടാവും, അതിൻ്റെ ടേസ്റ്റ് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കന് സ്പെഷ്യൽ ചിക്കൻ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് റെഡി ആയതിന് ശേഷം നമ്മളെന്ത് ചെയ്യും, എന്തെങ്കിലും വെന്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ ഇതാ. അടുത്തതായിട്ട് നമ്മൾ ഒഴിക്കാൻ പോണതാണ് നമ്മളെ തേങ്ങ. ഹലോ, തേങ്ങ, വെള്ളുള്ളി, പച്ചമുളക്, ഉലുവ, ജീരകം, വേപ്പില, ഇതെല്ലാം കൂടെയാണ് നമ്മളിപ്പോൾ അടിച്ച് മിക്സിയിട്ട് അടിച്ച് വെച്ചത്. അത് നമ്മളിപ്പോൾ ഇതിൽ ഒഴിക്കാൻ പോവാണ് ഞാൻ.
കേട്ടോ ഓക്കെ അല്ല. പിന്നെ ഇതിലത്തെ ചേരുവകൾ കൂടെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇത് ചേർത്ത ചേരുവകൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ഉള്ളി തക്കാളി പച്ചമുളക് വാടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ആണ് നമ്മൾ അതിൽക്കാണ് എല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഉള്ളി തക്കാളി പച്ചമുളക് ഉള്ളി തക്കാളി പച്ചമുളക് മറ്റേ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ ജ്യൂസാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നോക്കണം കേട്ടോ. അടുത്തായിട്ടുള്ള ഇത് ഒഴിക്കാൻ പോകട്ടോ. അപ്പോൾ കോഴി ഏകദേശം വെന്താണ്. ബോയിലർ കോഴിയല്ല, പെട്ടെന്ന് പോകും. ഇത് വെന്താണ്. അപ്പോൾ ഞാനിത് ആഡ് ചെയ്യാൻ പോകട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ആഹാ, നല്ല കട്ടുണ്ട്, നല്ല സൂപ്പറായിരിക്കും, അടിപൊളി കട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിന്റെ പോരായിട്ട് അത് ഇട്ടോ. ശകലം ഉപ്പിന്റെ കുറവുണ്ട്, അത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മളേക്ക് എല്ലാം കൂടെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കാണിച്ചു തരണം. വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് പറയാണ്, ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതിൽ കുറച്ച് മല്ലിച്ചപ്പും വേപ്പിൻ്റെലും മാത്രമേ ഇടാനുള്ളൂ, ബാക്കിയൊക്കെ. പിന്നെ ഇത്തിരി കുരുമുളകിൻ്റെ കുറവുണ്ടായില്, അപ്പോൾ നമ്മൾ കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിൽ. അത് നിങ്ങൾ ലാസ്റ്റ് ആയതിൻ്റെ ശേഷം കുരുമുളക് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. കുരുമുളക് ഇട്ടാലും കുഴപ്പമില്ല, കുറച്ച് മതി കേട്ടോ. ചെറിയതായിട്ടൊരു ആ ചുവക്കാണിത്. ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഏതൊരു കറിയിൽ കുരുമുളക് ഇട്ടാലും നല്ലൊരു ടേസ്റ്റാണ്. ഈ ബിരിയാണി എല്ലാ സംഭവം എന്തുണ്ടാക്കണേ കുരുമുളക് ഇല്ലാത്തൊരു പരിപാടിയും ചെയ്യണ്ട, എല്ലാം നല്ല കുരുമുളകാണ്. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്, അവസാനം പൊടിക്കൈയാണ്. പൊടിക്കൈ മല്ലിച്ചപ്പ്, പിന്നെ ഇത്തിരി കറിവേപ്പില ഒക്കെ കഴുകിയിട്ടാ കേട്ടോ. ഇത്തിരി കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു രുചിക്കൂട്ടായി അല്ല. കറിവേപ്പില അല്ല. ഇനി നമ്മളിതിൻ്റെ മേലെ എന്താ അല്ല, ഇതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പരിപാടിയാണ് കഴിഞ്ഞിട്ടോ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്തെന്നോ ഇത്തിരി പച്ചവെളിച്ചെണ്ണ മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് സാധനം. അപ്പോൾ എന്താ പച്ചവെളിച്ചെണ്ണ മേലെ, അതുപോലെ മീൻ മുളിടുമ്പോൾ, പിന്നെ കോഴിക്കറി ഉണ്ടാക്കുമ്പോൾ, മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും പച്ച വെളിച്ചെണ്ണ നമ്മൾ ഫസ്റ്റിലാണ്ട് അവർ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് മേലെ ഒന്നും ഇതായി കൊടുത്താൽ സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. ഏത് ടേസ്റ്റ് ഇല്ലാത്ത ടേസ്റ്റാന്ന് പറയും, അതാണ് അതിൻ്റെ. അതായത് കറി ഇതിലേക്ക് വിളമ്പിക്കാം, നല്ലൊരു മണക്ക് വരുന്നുണ്ട്. അതന്നെ സൂപ്പറാണ്, സൂപ്പർ ഒരു മണക്ക് വരുന്നുണ്ട്. നമ്മളെ കുട്ടികൾക്കുള്ള കേട്ടോ, നമ്മളെ കുട്ടികളവിടെ കാത്തിക്ക കണ്ടില്ലേ, ഇഷ്ടം പോലെ കുട്ടികളതാ ഓടിക്കളിക്ക്. ഇത് റെഡി ആയി കഴിഞ്ഞാൽ അവർ റെഡിയാണ്. അവരിപ്പോൾ കളിക്ക് വിട്ടു കൊടുത്താണ്. ബാക്കി നമുക്ക് മറ്റേ നമ്മളെ സ്പെഷ്യൽ കോഴിക്കറി ആട്ടെ റെഡിയാക്കുന്നത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കോഴിക്കറിയാണ്. നമ്മൾ നല്ല വാസനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടികളാണ് ഇപ്പോൾ അവിടെ തിന്നാൻ റെഡി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങളൊക്കെ ആക്കാം കുട്ടികളെ വിളിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു തീറ്റയാണിത്, ഒന്നായിട്ടുള്ള തീറ്റ. പിന്നെ അടുത്ത കുട്ടികൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇപ്പോൾ തൽക്കാലമുള്ള കുട്ടികളെ വിളിച്ചിട്ടാണ് നമ്മൾ ഇത് തിന്നാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ കുട്ടികളെ എല്ലാവരും വരി, ഓടാ എല്ലാവരും വരി. ഇവിടെ ഓരോ ഭാഗത്ത് നിൽക്കിട്ടതാ, ഓരോ സൈഡിലേക്ക് ഓരോ സൈഡിലും കേട്ടോ. മോള് ഇവിടെ നിന്നോ കേട്ടോ. അപ്പൊ ഇത് മറ്റേ കുട്ടികൾ കുറച്ച് കഴിഞ്ഞ് വരും കേട്ടോ. പൊറാട്ട അപ്പൊ ഇത് തിന്നിട്ട് എന്താ പറയുന്ന നിങ്ങള് കൂട്ടത്തിലെ ഏറ്റവും ഒരു ചിളുങ്ക് സാധനമാണ് ഇതൊക്കെ. ഇതാ ഇതാ
സൂപ്പറിന് കാണിക്കുന്നത് അതാ ചെളുങ്കാണ്. അപ്പൊ അവൾക്ക് പിച്ചി കൊടുക്കാന്ന് പറഞ്ഞതാ. അവളെ എപ്പം കൂടെ അങ്ങനെ പിച്ചി കൊടുക്കൂല അല്ലേ മോളെ? അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ മക്കളെ എങ്ങനെയുണ്ട് നമ്മളെ ഫുഡൊക്കെ? അടിപൊളിയല്ല? അപ്പൊ എല്ലാരോടും പറഞ്ഞോളൂ, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതൊക്കെ എല്ലാരും പറഞ്ഞെടുത്തോളെ.